ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്യാനല്ലേ അറിയൂ, പോവാൻ അറിയില്ലല്ലോ എന്ന് പറയുന്ന പോലെ കുറേ നാളായിട്ടോ നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത്. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അനിയന് നാട്ടിൽ വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ട്രിപ്പാട്ടോ. നമ്മൾ കൊടൈക്കനാലിലേക്കാണ് പോയത്. അപ്പോൾ ഞാനും ഉമ്മയും അനിയനും വൈഫും അനിയൻ്റെ വൈഫിൻ്റെ ഉമ്മയും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആട്ടോ പോയത്. സംഭവം ഒരു കാറിലാണ് പോയിണ്ടായിരുന്നത്. ഒരു കാറിൽ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയി. ഒരു പുലർച്ചെ 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടതിന്. ഉച്ചക്ക് ഒരു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. നമ്മൾ വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂമും ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ റൂമിൽ പോയിട്ട് വേഗം ഫ്രഷായി കുറച്ചൊന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം എല്ലാവരെയും ക്ഷീണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വൈകുന്നേരം നമ്മൾ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ അവിടെ പോയി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്, അതാണല്ലോ നമ്മളെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അതൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ സൈക്കിൾ സവാരിയൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പ് കയറാൻ തുടങ്ങി. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ഭയങ്കര തണുപ്പ്, എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്, സഹിക്കാൻ പറ്റിയിട്ട് നമുക്ക് കരിച്ചിലൊക്കെ വരില്ലേ, അതുപോലത്തെ തണുപ്പായിരുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ ഈ തണുപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ രാവിലെ എണീറ്റിട്ട് നമ്മൾ വേഗം ഗുണാകേവ് കാണാൻ പോയി. ഗുണാകേവ് നമ്മളന്ന് സിനിമ കണ്ട അന്ന് തൊട്ടേ വിചാരിക്കുന്നൊരു സംഭവം, അവിടെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ അവിടെ പോയി അത് കണ്ട് അവിടെ കയറിയപ്പോൾ കുരങ്ങന്മാർ എന്താ പറയുക നമ്മളിട്ട് കളിപ്പിച്ചിട്ടോ, മക്കളെയൊക്കെ ഇട്ട് മക്കളെ വയ്യൽ ഓടുകയൊക്കെ ചെയ്തിട്ട് കരച്ചിലും ബീച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ ആ ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ള് ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ അതാ നമ്മൾ റൂമിലെത്തി, റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. മക്കളുള്ളതും കൊണ്ട് മൊത്തം അലങ്കോലാക്കിയിട്ടുണ്ടതിന്. അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് നന്നാക്കി ഇട്ടിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ ഈ ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാട്ടോ ഈ ചോളം. അങ്ങനെ നമ്മൾ അവിടുന്ന് ചേച്ചീൻ്റെ അടുത്തുനിന്ന് ചോളമൊക്കെ വാങ്ങി കഴിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.